കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ദൈവം ആത്മാവിൽ പ്രചോദിപ്പിച്ച ഒരു ചിന്ത പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 42-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അത് ആദിമ ക്രൈസ്തവ കൂട്ടായ്മയെക്കുറിച്ചാണ്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പ്രാർത്ഥന, അപ്പം മുറിക്കൽ, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരാഴപ്പെട്ട ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒരു വചനമാണിത്. കൊയിനോനിയ എന്നുള്ളതായ വാക്കൊക്കെ രൂപപ്പെട്ടത് ഇതിൽ നിന്നാണെന്ന് നമുക്കറിയാം. ആദിമ ക്രൈസ്തവ സമൂഹം എല്ലാം പൊതുവായി കരുതിയിരുന്നു. ഒരു സഭയുടെ തുടക്കം കുറിക്കൽ നമ്മൾ കണ്ടെത്തുന്നത് ഇവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ സഭയിലുണ്ടായിരുന്ന ഈ ഒരു ആത്മീയ ഉണർവും ചൈതന്യവും നഷ്ടപ്പെടുമാറ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ പരിശുദ്ധയായ നമ്മുടെ അമ്മയായ സഭ നീങ്ങുകയാണ്. നമുക്കൊരു നിമിഷം ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തമാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഭൗതിക ശരീരമായ പരിശുദ്ധ സഭയിലൂടെയാണല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവവചനവും കൂദാശകളും അതുവഴിയുള്ള ജീവിത വിശുദ്ധീകരണവും ഒഴുകിയിറങ്ങേണ്ടത്. കർത്താവേ, എന്നാൽ ഇതിന് തടസ്സമാകുന്ന ഒരുപാട് പ്രവണതകളും അസ്വസ്ഥതകളും ഈ നാളുകളിൽ സഭയിൽ ഉടലെടുക്കുകയാണ്. പരിശുദ്ധയായ സഭയിൽ കുറവുകളും പോരായ്മകളും ഉടലെടുക്കുമ്പോൾ അനേക വിശ്വാസികൾ അസ്വസ്ഥരാകുന്നുണ്ട്. ദൈവമേ, സ്വർഗീയ ജെറുസലമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം സാധ്യതമാകേണ്ട ഇടങ്ങൾ അടച്ചുകളയപ്പെടുന്ന ഒത്തിരിയേറെ പ്രവണതകൾ ഇന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധയായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ തിരിച്ചറിയുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽ മക്കൾ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചതുപോലെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചതുപോലെ, ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ സഭ മുഴുവനും വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുത്തെ 2-ാം വരവിൽ അങ്ങേ സ്വീകരിക്കുവാനും എതിരേൽക്കുവാനും രൂപപ്പെടേണ്ട ദൈവവിശ്വാസമുള്ള അനേകം മക്കൾ അത് രൂപപ്പെടേണ്ടത് സഭയിലാണെന്ന തിരിച്ചറിവോടുകൂടെ സഭയ്ക്ക് വേണ്ടി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗം തുറന്ന അഭിഷേകം ഒഴുക്കണമേ, ശക്തി ഒഴുക്കണമേ, അനുഗ്രഹം ഒഴുക്കണമേ, ചൈതന്യം ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, ചൈതന്യം ഒഴുകട്ടെ, സഭയിലൂടെ ശക്തി ഒഴുകട്ടെ. ആരാധന, 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 ആരാധന. വരവിൻ സമയമതായി അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുക. സഭയെ കർത്താവോട് ഒരുക്കുന്നു. ഓ ദൈവമേ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം അഗ്നിമഴ പെയ്തി അനേകരിലേക്ക് നിറയട്ടെ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. സഭയുടെ എല്ലാ തലങ്ങളിലൂടെ ഒരു വലിയ അഭിഷേകവും ശക്തിയും എല്ലാ ദൈവമക്കളിലേക്ക് ഇപ്പോൾ നിറയുകയാണ്. ഒരു പുതിയ അഭിഷേകം നിറയുകയാണ്, ഒരു പുതിയ ഉണർവ് നിറയുകയാണ്, ഒരു പുതു ചൈതന്യം നിറയുകയാണ്. ഓ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക്, പരിശുദ്ധ സഭയിലേക്ക് കൃപ വർഷിക്കണമേ. സഭയെ ഉണർത്തണമേ. അനേക വിശുദ്ധരായ വൈദികരെ ഉണർത്തണമേ. അനേകം വിശുദ്ധരായ സന്യസ്തരെ ഉണർത്തണമേ. അനേക വിശുദ്ധരായ ആത്മായ പ്രേക്ഷിതരെ സഭയ്ക്ക് വേണ്ടി
ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന അനേകരെ ഉണർത്തണമേ. ആരാധന 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 ആരാധന. തളർന്നു പോകുന്ന അനേക വിശ്വാസ മന്ദതയിലുള്ള മക്കളിലേക്ക് ദൈവശക്തി ഇപ്പോൾ നിറയട്ടെ, ഉണരട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. സഭയുടെ മാതാവേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും സഭയിൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന മക്കളായി തീരുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്കായി അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്ക് വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. മാതാവേ, കന്യകമാതാവേ, അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്ക് വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത നാളുകളിൽ ഈ മദർ ഹോമിൽ ഒരു പ്രത്യേക ആരാധനയും സഭയ്ക്ക് വേണ്ടിയും ഈ ആലയത്തിന് വേണ്ടിയുമെല്ലാം ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തിയ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക പ്രചോദനം തരികയാണ്. അന്ന് പരിശുദ്ധ അമ്മ വഴി ദൈവം ഓർമ്മിപ്പിച്ച ഒരു സന്ദേശമായിരുന്നു 10 കോടി വിശ്വാസ പ്രമാണം ചൊല്ലി സഭയ്ക്ക് വേണ്ടി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ സമർപ്പിക്കുക. സഭയുടെ ഈ നാളുകളിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും അതിൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാനും സഭ ശക്തയാകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിയോഗം വെച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു സന്ദേശം ഈ നാളുകളിൽ വിവിധ മീഡിയകളിലൂടെ ഞങ്ങളെല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പങ്കുചേരണം. സാധിക്കുന്നിടത്തോളം വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ച് പരിശുദ്ധ സഭയ്ക്ക് ഈ നാളുകളിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തിയും കരുത്തും ലഭിക്കാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. ദൈവം സഭയിലൂടെ ഇനിയും ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് നൽകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്, ഇല്ലേ? ആ ഏദൻ തോട്ടം എത്ര സമൃദ്ധമാണ്. നിറയെ ഫലങ്ങളും പൂക്കളും, ഏദനിൽ നിന്ന് പുറപ്പെടുന്ന വലിയൊരു നദി, അത് കൈവഴികളായിട്ട് ഒഴുകുന്നു. എന്തൊരു സുന്ദരമാണ്, എന്തൊരു സമൃദ്ധിയാണ് ഏദൻ തോട്ടത്തിൽ. അവിടെ ഇഷ്ടംപോലെ പഴങ്ങളും മറ്റെല്ലാ തരത്തിലുള്ള സന്തോഷവും സമൃദ്ധിയുണ്ട്. എല്ലാത്തിലും ഉപരിയായ സമൃദ്ധി എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യമായിരുന്നു. ദൈവം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ ഏദൻ തോട്ടം വലിയൊരു സൂചനയാണ്. എന്തിൻ്റെ? ഏദൻ തോട്ടം എന്ന് പറയുന്നത്, പറുദീസ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു സ്വർഗ സൗഭാഗ്യത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തോടുകൂടെ മനുഷ്യൻ ആനന്ദിക്കുന്ന ഒരവസരം. സുവിശേഷത്തിൻ്റെ ആനന്ദമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുമ്പോൾ, പരിശുദ്ധ പിതാവ് അവിടെ ഓർമ്മിപ്പിച്ചു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആനന്ദം ഇന്ന് അനുഭവിക്കുന്നത് ഈ പരിശുദ്ധ സഭയിലാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കേണ്ട കാര്യം? ഈ പരിശുദ്ധ സഭയാണ് വരാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമായി നമുക്ക് മുമ്പിലുള്ള ഒരു ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കണ്ടെത്തുന്ന കാര്യം സുന്ദരമാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞു വെച്ചു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർത്ത് വെച്ചു, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനം എന്താണ്?
അന്നാണ് ഈ ദേവാലയത്തിൻ്റെ ക്ഷാളനം നടത്തുന്നത്. എങ്ങനെയാണ് ഈ ദേവാലയത്തിൻ്റെ ക്ഷാളനം നടത്തുന്നത് അറിയാവോ? ഈ ദൈവജനം മുഴുവനും ഇസ്രായേൽ ഒരുമിച്ച് കൂടിയിരുന്ന ഇടമാണ് ദേവാലയം. നമുക്കറിയാം. ആ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ വലിയൊരു കൽഭരണി സ്ഥാപിക്കും. ആ കൽഭരണിയുടെ ഒരു കാൽഭാഗത്തിലധികം വീഞ്ഞ് നിറച്ചിരിക്കും. അതിൻ്റെ മധ്യഭാഗത്തിന് മുകളിലായിട്ട് ഒരു സുഷിരമുണ്ട്. ഈ കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ പുരോഹിതന്മാർ ഈ വീഞ്ഞു നിറഞ്ഞ കൽഭരണിയിലേക്ക് വെള്ളം ഒഴിക്കും. ഈ വെള്ളം പകുതിയിൽ അധികം കവിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സുഷിരത്തിലൂടെ ഈ വീഞ്ഞും വെള്ളവും കലർന്ന ഈ ദ്രാവകം ഇങ്ങനെ ഒഴുകും. ബലിപീഠത്തിൽ നിന്ന് ഒഴുകി ഈ ജനങ്ങൾ നിൽക്കുന്ന എല്ലാ ഇടങ്ങളിലും വ്യാപരിച്ച് അങ്ങനെ ആ ജലം കൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ ശുചീകരണം അതിൻ്റെ ക്ഷാളനം നടത്തിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുക, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദാഹജലം കർത്താവ് പകർന്ന ഒരു സമയമുണ്ട്. അതേതായിരുന്നു? അതാണ് കാൽവരി മലയിൽ അവൻ്റെ ജീവൻ ബലിയായിട്ട് സമർപ്പിച്ച നിമിഷങ്ങളിൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ തിരുവിലാവ് നോക്കി കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഈ കൂടാര തിരുനാളിൽ ഈ ബലിപീഠത്തിൽ നിന്ന് ഈ വീഞ്ഞും വെള്ളവും കലർന്ന ദ്രവം ഒഴുകിയത് വലിയൊരു സൂചനയായിരുന്നു. എന്തിൻ്റെ? ഈശോ കുരിശിൽ മരിക്കുമ്പോൾ അവൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിൻ്റെ, തിരുജലത്തിൻ്റെ ഒരു സൂചന. യോഹന്നാൻ ശ്ലീഹ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ആ ഒഴുകിയിറങ്ങിയത് ആത്മാവായിരുന്നു, ജീവൻ പ്രദാനം ചെയ്യാനായിട്ടുള്ള ആത്മാവ്. ആദ്യ മാതാപിതാക്കൾ ആ ദൈവത്തോട് കൂടെ ആയിരുന്നപ്പോൾ ജീവൻ പ്രാപിച്ചു, രക്ഷ പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. അവർ സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചു ആ ഏദൻ തോട്ടത്തിൻ്റെ സൗഭാഗ്യത്തിൽ. ഇന്ന് ഈ ജീവജലത്തിൻ്റെ അരുവികൾ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്നാണ്. അത് അവൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയാണ്. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ കൂദാശകളിലൂടെ, വചനത്തിലൂടെ, മറ്റനേക ശുശ്രൂഷകളിലൂടെ ദൈവമക്കളിലേക്ക് പാപമോചനമായി, രക്ഷയായി, ശക്തിയായി ആത്മാവ് ഒഴുകിയിറങ്ങുമ്പോൾ ഇതിൽ കലിപൂണ്ട സാത്താൻ ഇന്ന് ഈ ഉറവയെ അടച്ചു കളയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും സഭയിലൂടെയാണ് ഈ രക്ഷയും ശക്തിയും ഒഴുകുന്നത് എന്ന് തിരിച്ചറിയുന്ന തിന്മ, സാത്താൻ്റെ ശക്തികൾ ഇതിനെതിരെ പ്രവർത്തിക്കുകയാണ്. ദൈവമക്കൾ പല കാര്യത്തിനു മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുക. വഴിയോര പ്രസംഗങ്ങളിലൂടെ, TV ചാനൽ ചർച്ചകളിലൂടെ ഇന്ന് നമുക്ക് മുമ്പിൽ പലതും തെറ്റിദ്ധാരണകളായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നമ്മൾ ഓർക്കണം. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു ഗൂഢലക്ഷ്യം? അത് മറ്റൊന്നുമല്ല, ദൈവമക്കൾ ജീവൻ പ്രാപിക്കരുത്. ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മരിച്ചവനാണെന്ന് വെളിപാട് പുസ്തകം 3:1 പറയുമാറ്. ജീവിച്ചിരിക്കുന്ന അനേക മക്കളുണ്ടെങ്കിലും പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് മൃതമായ അവസ്ഥയിലായിരിക്കുന്ന ദൈവമക്കൾ ഇന്നുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്ക് ജീവനും രക്ഷയും പകരാനാണ് പ്രിയപ്പെട്ടവരെ കൂദാശകളുള്ളത്, സഭയിൽ ദൈവവചനമുള്ളത്, സഭയിൽ ശുശ്രൂഷകളുള്ളത്. എന്നാൽ അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ആദ്യ മാതാപിതാക്കളെ കബളിപ്പിച്ച അതേ സർപ്പം ഇന്ന് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. എങ്ങനെ? തെറ്റായ പ്രബോധനങ്ങൾ നൽകി. ദൈവം പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. ദൈവം പറഞ്ഞതല്ല, ഞാൻ പറയുന്നതാണ് സത്യം. ദൈവമായ കർത്താവ് അവരോട് അരുൾ ചെയ്തു, ഇത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഇന്ന് വിവിധ തലങ്ങളിലൂടെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തീഷ്ണതയുള്ള വിശ്വാസികളുടെ വിശ്വാസം മന്ദീഭവിക്കുമാറ്, അവരുടെ തീഷ്ണത നശിക്കുമാറ് നാളെ സഭയിൽ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് ദൈവവിളികൾ ഉണ്ടാകരുത് എന്ന വ്യക്തമായ അജണ്ട മുൻനിർത്തി പ്രവർത്തിക്കുന്ന അനേകം സാത്താനിക ശക്തികളുടെ പ്രബോധനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാകരുത്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ വഞ്ചിതരാകരുത്. ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1:18 വചനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ചു വെക്കുകയാണ്, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് പറയുന്നില്ല. വീണ്ടും എഫെസോസ് ലേഖനത്തിൻ്റെ 1:23 വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, സഭ അവൻ്റെ ശരീരമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി പൗലോസ്ലീഹ കുടുംബജീവിതത്തെക്കുറിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ 5:23 പറഞ്ഞു വെക്കുകയാണ്, ക്രിസ്തു തൻ്റെ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. എത്ര സുന്ദരമായിട്ടാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുക.
മറ്റൊരു വാക്കി പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കാരണം എന്താണ്? തലയ്ക്ക് തന്നെ ഉടലില്ലാതെ നിലനിൽക്കാൻ പറ്റുമോ? ഉടലിന് തന്നെ തലയില്ലാതെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, സഭ എന്ന് പറയുന്നത് ഒരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിട്ടില്ലാത്ത സാവൂളിനോട് കർത്താവ് പറയുക, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭാമക്കളെ അനേകർ പീഡിപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ആരെയാ പീഡിപ്പിക്കുന്നത്? സഭയാ പീഡിപ്പിക്കുന്നത്. നീ ഇടവകകളിലും മറ്റിടങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ഉദ്യമിക്കുമ്പോൾ, പലതരത്തിലും സഭയ്ക്കെതിരെ പ്രവർത്തനം നടത്തുമ്പോൾ, മകനെ മകളെ എന്നിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നീ പറയുന്നത് കള്ളമാണ്. കാരണം എന്താണ്? നീ സഭയെ സ്നേഹിക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കും. നീ സഭയ്ക്കെതിരാണെങ്കിൽ നീ ക്രിസ്തുവിനെതിരാ. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന ഒരു മക്കളുണ്ടോ, അവർ ക്രിസ്തുവിനെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാലാകാലങ്ങളായി സഭാപിതാക്കന്മാരിലൂടെ, വിശുദ്ധരായ വ്യക്തികളിലൂടെ ഈ സഭ കെട്ടിപ്പടുക്കപ്പെട്ട് അനേക രക്തസാക്ഷികളുടെ ചുടുനീണം വീണ് കുതിർന്ന മണ്ണിൽ പണിയപ്പെട്ട ഉയർന്നു വന്ന ഈ പരിശുദ്ധ സഭ, നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ലാത്ത ഈ പരിശുദ്ധ സഭ, ഇതിനെ ഇന്ന് തകർക്കാൻ എത്രയേറെ ഉദ്യമങ്ങൾ ഉണ്ടായാലും പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഓർത്തോ, ഇതൊക്കെ ഒരു നിമിഷത്തേക്ക് സൂര്യനെ മറച്ചു കളയുന്ന കാർമേഘം പോലെ ഉള്ളൂ. ഇത് നിലനിൽക്കുന്നതല്ല. ഈ പരിശുദ്ധ സഭയ്ക്കെതിരെ എത്രയേറെ തെറ്റായ പ്രബോധനങ്ങൾ നടത്തിയാലും പ്രിയപ്പെട്ടവരെ, സഭയെ തകർക്കാനായിട്ട് സാധിക്കില്ല. സഭ പരിശുദ്ധമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിന് കാരണം സഭ സ്ഥാപിച്ച യേശുക്രിസ്തു പരിശുദ്ധനാണ്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം വളരെ വ്യക്തവും കൃത്യവുമായി ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 121 നമ്പറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: സഭയിലെ തെറ്റുകളും കുറവുകളും കണ്ട് നാം അസ്വസ്ഥരായേക്കും, പക്ഷേ നമുക്കൊരിക്കലും സഭയിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ല. എന്തെന്നാൽ സഭയെ സ്നേഹിക്കാൻ ദൈവം റദ്ദാക്കാനാകാത്ത ഒരു തീരുമാനം ചെയ്തു. സഭയെ സ്നേഹിക്കാൻ ദൈവം റദ്ദാക്കാനാകാത്ത ഒരു തീരുമാനം ചെയ്തു. സഭയുടെ അംഗങ്ങളുടെ പാപമുണ്ടെങ്കിലും സഭയെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യരായ നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സഭ. അതുകൊണ്ട് നാം സഭയെ സ്നേഹിക്കേണ്ടതുണ്ട്. കാലാകാലങ്ങളോളം സഭയെ തകർക്കാൻ ഏറെ കുൽസിത ശ്രമങ്ങളുണ്ടായിട്ടും ഇന്ന് സഭ തകരാതെ നിൽക്കുന്നത്, തളരാതെ നിൽക്കുന്നത് അത് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ രൂപപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഒരുപാട് രക്തസാക്ഷികളുടെ ചുടുനിളം വീണ് കുതിർന്ന മണ്ണായത്. ഇത് ഉറപ്പുള്ള പാറമേൽ പണിതതാ. ഇതിനെതിരെ ഒന്നും പ്രബലപ്പെടുകയില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയും എന്തെങ്കിലും തരത്തിലുള്ളതായ കൊച്ചു കൊച്ചു അസ്വസ്ഥതകൾ ഉണർന്നാലും പ്രിയപ്പെട്ടവരെ, സഭ തളരിയല്ല. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വരണം. എന്നിലേക്കൊരു രക്ഷ ഒഴുകേണ്ടത്, അഭിഷേകം ഒഴുകേണ്ടത് ഈ സഭയിലൂടെയാണ്. വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമായ സഭ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമാണ് എന്നതിനാൽ സഭയെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. സ്നേഹമുള്ളവരെ, ഈ സഭയിലൂടെയാണ് ദൈവിക ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങേണ്ടത്. അതുകൊണ്ട് എവിടെയെങ്കിലും സഭയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ടാകുമ്പോൾ ദൈവമക്കൾ എന്നാ ചെയ്യേണ്ടത്? ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക വിശുദ്ധരായ വൈദികരും സന്യസ്തരും ഉണരേണ്ടത് സഭയെ കെട്ടിപ്പടുക്കാനാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ദൈവമക്കളെ ദൈവികതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ഈ ദൈവമക്കൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പോരായ്മയോ കാണുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണെന്ന തൻ്റെ ഇടത്തോടു കൂടെ, ഇത് യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമാണെന്ന അഭിമാന ബോധത്തോടുകൂടെ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരുപാട് മക്കൾ ഉണരണം. ഈ കാലഘട്ടങ്ങളിൽ നോക്കിക്കോ, നാളെ പരിശുദ്ധ സഭയിൽ ഒരുപാട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന രക്തസാക്ഷികൾ ഉണ്ടാകും. ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ. നമുക്ക് അഭിമാനിക്കാം, ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ പരിശുദ്ധ
കത്തോലിക്ക സഭയിൽ അവിടുത്തെ ശരീരത്തോട് ഒന്നാകാൻ ജ്ഞാനസ്നാനമേറ്റതാണ് ഞാൻ എന്ന അഭിമാന ബോധത്തോടുകൂടെ സഭയെ സ്നേഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ദൈവമക്കളാകാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് അഭിഷേകം നിറയ്ക്കേണ്ട സഭ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്, വിഷമസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനങ്ങൾ അവരുടെ കഷ്ടതയിൽ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരെ രക്ഷിച്ചു. ഇതുപോലെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഉണരണം. നമ്മുടെ സഭയുടെ നേതൃത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് പോരായ്മകളും കുറവുകളും ഉണ്ട്, പാപാവസ്ഥകളുണ്ട്, ബലഹീനതകളുണ്ട്. ദൈവമക്കളെ, നമ്മൾ ഒന്നിച്ചുണരണം. സാത്താൻ ഇതിനെതിരെ പലതരത്തിലുള്ളതായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതകളും വിതയ്ക്കുന്നുണ്ട്. ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇനി രക്ഷയില്ല, ഇനി കൂതാശകൾ വേണ്ട, പ്രാർത്ഥന വേണ്ട. ഈ വിധത്തിലുള്ള അരൂപിയിൽ അനേക ഹൃദയങ്ങളെ അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ തിന്മ വിട്ടുമാറുവാൻ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ എല്ലാ ദൈവമക്കളും കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സഭ തകർന്നു പോയതുപോലെ കേരള സഭ തകർന്നു പോകരുത്. നമ്മൾ കരങ്ങൾ ഉയർത്തണം. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ ഈ തെരുവീതികളിലൂടെ പാപത്തിൽ അലഞ്ഞു നടക്കരുത്. എങ്കിൽ കരങ്ങൾ ഉയർത്തണം. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിക്ക്. സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഈ സഭ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലാത്ത ഈ സഭ ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ്. ആ യേശുവിനെ വീണ്ടും വീണ്ടും വിളിച്ച് പ്രാർത്ഥിച്ച് ആ യേശു കടന്നു വരട്ടെ, സഭയെ അനുഗ്രഹിക്കട്ടെ, സഭ ഉണരട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, ശുശ്രൂഷകൾ വർദ്ധിക്കട്ടെ. നാളെ അനേക തീക്ഷ്ണതയുള്ള വൈദികർ ഉണരട്ടെ. സഭയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന, രക്തസാക്ഷിത്വത്തിന് വില കൊടുക്കാൻ തയ്യാറാകുന്ന വൈദികർ സന്യസ്തരും ഉണരട്ടെ. ക്രിസ്തുവിന് വില കൊടുക്കാൻ തയ്യാറാകുന്ന അനേക അൽമായർ ഉണരട്ടെ. ഉണർന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് സാത്താന്റെ ശക്തികൾ ഇടിമിന്നൽ പോലെ നിബദിക്കട്ടെ. ആരാധന ആരാധന. അപ്പസ്തോലന്മാര് ദൈവിക ശുശ്രൂഷ ചെയ്തപ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിച്ചതുപോലെ സാത്താൻ ഇപ്പോൾ തന്നെ ഇടിമിന്നൽ പോലെ നിബദിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക ആരാധന കേന്ദ്രങ്ങളിലും മറ്റിടങ്ങളിലുമുള്ള സാത്താനിക ആരാധനകളുടെ ശക്തികളും യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സഭയ്ക്കെതിരെ, കൂദാശകൾക്കെതിരെ, വൈദിക ജീവിതത്തിനെതിരെ, സഭാ നേതൃത്വത്തിനെതിരെ ഉയരുന്ന സകല തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളും അന്ധകാര ശക്തികളും പൈശാചിക അരൂപികളും എതിർക്രിയകൾ, പൂജകൾ, മറ്റു തരത്തിലുള്ളതായ സത്താൻ ആരാധനകൾ യേശുനാമത്തിൽ ഛിന്നഭിന്നമായി പോകട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി ഉണരട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ. ആത്മാവ് സഭയെ ഭരിക്കട്ടെ, ആത്മാവ് സഭയെ നയിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഭ മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഓർക്കാം, അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ പൗലോസും സീലാസും തടവറയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളാണ്. അനങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ചങ്ങലകളാൽ ബന്ധിതരാണ്. അവർ ആ രാത്രിയിൽ എല്ലാം മറന്ന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു, എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഒരാശീർവാദം നൽകപ്പെടുമ്പോൾ ഇതിനെതിരെയുള്ള സകല തിന്മയുടെ കോട്ടകളും തകർന്നു വീഴുകയാണ്. ആ ജെറിക്കോയുടെ കോട്ടകൾ തകർന്നു വീണതുപോലെ തന്നെ ഈ എല്ലാ സാത്താൻ ആരാധനകളുടെയും സകല ബ്ലാക്ക് മാസുകളുടെയും സകല തിന്മയുടെ അരൂപികളുടെയും ശക്തികൾ ഏത് തരത്തിൽ സഭയിൽ അസ്വസ്ഥത വിതയ്ക്കാനും സഭയ്ക്കെതിരെ പ്രവർത്തിക്കാനും ഒരുമ്പെടുന്നോ അവരുള്ള സകല ആധിപത്യങ്ങൾ ഛിന്നഭിന്നമാകാൻ ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കണം വിശ്വസിക്കണം വിശ്വസിക്കണം. ഒരു തിന്മയുടെ ശക്തിക്കും
ഇതിനെതിരെ പ്രബലപ്പെടാൻ പറ്റിയല്ല. ബോധ്യത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ശക്തിയോടെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച്. കെട്ടുകളും ബന്ധനങ്ങളും അഴിയുന്ന സമയമാണ്. സകല അസ്വസ്ഥകളും നീങ്ങുന്ന സമയമാണ്. അന്ധകാരത്തിന്റെ കോട്ടകൾ തകരുന്ന സമയമാണ്. ഈശോന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. സാത്താന്റെ ആരാധകരും അവന്റെ സകല ആധിപത്യങ്ങളോടുകൂടെ ഛിന്ന ഭിന്നമായി പോകട്ടെ കൽപ്പിച്ച്, ബന്ധിച്ച്, ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ദൈവമക്കളിൽ നിന്ന് സഭയോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും കൂദാശകളുടെ സ്വീകരണവും തടസ്സപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അരൂപികളെ, ശക്തികളെ ബന്ധിച്ച്, ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കളയുന്നു. ആരാധന, ആരാധന, ആരാധന. സഭയിൽ ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവവിളികൾ നശിപ്പിക്കുന്ന അരൂപികളെ യേശുവിന്റെ രക്തം കൊണ്ട്, ദിവ്യകാരുണ്യ സാന്നിധ്യം കൊണ്ട് ബഹിഷ്കരിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.